അങ്ങനെ ഒടുവിൽ നമ്മുടെ അഞ്ജലി ആ ഒരു സത്യങ്ങൾ അറിയുന്നു. തൻ്റെ ഭർത്താവ് ഒരു ചതിയനാണെന്നുള്ളൊരു രഹസ്യം നമ്മുടെ ശ്രുതി നമ്മൾ അഞ്ജലിയെ അറിയിക്കുന്നു. അതേ പ്രേക്ഷകർ ഇന്നത്തെയും പ്രൊമോ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കുറച്ചൊരു പുരോഗതി ഉണ്ടെന്നല്ലാതെ വലിയൊരു കഥാനീക്കമൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഇന്നലെ നമ്മുടെ എപ്പിസോഡിൽ കണ്ടു കാണും നമ്മൾ അഞ്ജലിയുടെ അടുത്ത് നമ്മുടെ ശ്രുതി പറയാൻ വരുന്നത്. ഇന്നും അത് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ശ്രുതി ആദ്യം പറയാനൊക്കെ മടിക്കും. നമ്മുടെ അഞ്ജലിയുടെ താലിയൊക്കെ ഊരിപ്പോകുന്നത് കാണുമ്പോൾ ശേഷം നമ്മുടെ അഞ്ജലി തന്നെ രണ്ടും കൽപ്പിച്ച് തൻ്റെ ചേച്ചിയുടെയും ആകാശേട്ടൻ്റെയും കല്യാണം ഇതുകൊണ്ട് മുടങ്ങാൻ പാടില്ല എന്നുള്ളൊരു എന്താ പറയുക ഉറച്ച തീരുമാനത്തിൽ നമ്മുടെ അഞ്ജലിയോടെല്ലാം തന്നെ തുറന്ന് പറയണം. അഞ്ജലി ചേച്ചി ആ ഒരു വേണ്ട പ്രതിവിധി ചെയ്തോളും എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ശ്രുതി എല്ലാം തന്നെ നമ്മുടെ അഞ്ജലിയോട് അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്യാം ഇത് എന്താ പറയുക നേരിട്ട് കാണുന്നുണ്ട് നമ്മുടെ അഞ്ജലി ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ തന്നെ നമ്മുടെ ശ്യാം ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു രംഗമാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്ത് നമുക്ക് ഇന്നലത്തെ പ്രൊമോയിൽ കണ്ട സെയിം തന്നെയാട്ടോ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ അശ്വിൻ്റെ അടുത്ത് നമ്മുടെ ലാവണ്യ പറയുന്നുണ്ട്, നിനക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മുടെ അശ്വിൻ ഇത്തവണ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ പ്രൊമോയിലൊരു വ്യത്യാസം. നമ്മുടെ അശ്വിൻ തുറന്ന് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് അങ്ങനെ പ്രണയമായിട്ടൊന്നും തോന്നിയിട്ടില്ല ലാവണ്യ, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലാവണ്യ ഞാനും ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞാനിവിടെ നിന്ന് പോകുക എന്ന് പറഞ്ഞ് നമ്മുടെ അശ്വിനായിട്ട് ലാവണ്യ കെട്ടിപ്പിടിച്ച് ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകുന്നൊരു രംഗമായിട്ട് നമുക്ക് ഇന്നത്തെ പ്രൊമോയിലും കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി അഞ്ജലി ഇത് അശ്വിൻ്റെ അടുത്ത് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇവർ പ്രതികരിക്കാൻ പോകുന്നത്, നമ്മുടെ ശ്യാമിനെതിരെ എങ്ങനെയായിരിക്കും ഇവർ പ്രതികരിക്കാൻ പോകുന്നത്. ശ്യാം പിന്നീട് ഇവരുടെ അടുത്ത് പക പോക്കാനായിട്ട് വീണ്ടും ഇവരുടെ അടുത്തേക്ക് വരുമോ എന്നൊക്കെ മാത്രമേ നമുക്കിനി അറിയേണ്ടതുള്ളൂ കേട്ടോ. പിന്നീട് നമ്മുടെ അശ്വിൻ ശ്രുതി വിവാഹം അതൊക്കെ എപ്പോഴായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.